ദൈവമക്കളെ, നമ്മൾ ഹയർ റിലത്തിൽ മൂവ് ആകുകയാണ്. ദൈവ പിള്ളകളെ നാം ഹയർ റിലത്തേക്ക് മൂവ് ആകുறோம். ഈ റിലത്തിനകത്തു ദൈവം ഒരു പ്രൊഫറ്റിക്കൽ റിലത്തെ നിങ്ങൾക്ക് തുറക്കാൻ പോകുകയാണ്. இந்த மண்டலத்தில் கர்த்தர் உங்களுக்காக ஒரு தீர்க்கதரிசன மண்டலத்தை திறக்கிறார். ഈ മെയ് മാസത്തിൽ നിങ്ങൾ മൂവ് ചെയ്യുന്ന റിലം അത് ദൈവിക സമാധാനത്തിന്റെ റിലമാണ്. இந்த மெய் மாதத்தில் நீங்க மூவ் பண்ணுகிறதான ஆவிக்குரிய மண்டலம் அது சமாதானத்தினுடைய மண்டலம். ഞങ്ങൾ നിങ്ങളെ നോക്കി ഡിക്ലെയർ ചെയ്യുന്നു മന്ത് ഓഫ് ഷലോം. நாங்கள் உங்களை பார்த்து அறிக்கை பண்ணுகிறோம் மந்த் ஆஃப் ஷலோம். ദൈവിക സമാധാനത്തിന്റെ ഹയർ റിലത്തിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്ന ഒരു മാസത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. தெய்வீக சமாதானத்தினுடைய ஒரு ஹையர் ரலம் வழியாக பரிசுத்த ஆவியானவர் உங்களை நடத்துகிற ஒரு மாதமாக இந்த மெய் மாதம் மாறப்போகிறது. ഈ റിലത്തിനകത്ത് ദൈവമക്കളെ ദുഃഖത്തിന് നിങ്ങളുടെ മേൽ വാഴുവാൻ സാധിക്കത്തില്ല. ஆமென். இந்த ஆவிக்குரிய மண்டலத்தில் தெய்வ பிள்ளைகளே துக்கத்திற்கு இனி உங்களை ஆளுகை செய்ய முடிவதில்லை. ഈ റിലത്തിനകത്ത് നിരാശ നിങ്ങളുടെ മേൽ ജയം എടുക്കത്തില്ല. இந்த ஆவிக்குரிய மண்டலத்தில் சோர்வு உங்களை மேற்கொள்வதில்லை. പ്രതികൂലത്തിന്റെ മധ്യത്തിലും ദൈവിക സമാധാനത്തിലും സന്തോഷത്തിലും നിറഞ്ഞു നിൽക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. எதிர்மாறான சூழ்நிலையிலும் தெய்வீகமான சந்தோஷத்தில் சமாதானத்தில் நிரம்பி இருக்க கர்த்தர் உங்களுக்கு உதவி செய்வார். ഒരു പ്രതിസന്ധിക്കോ രോഗത്തിനോ പ്രശ്നങ്ങൾക്കോ നിങ്ങളെ ഇനി തളർത്തി കളയുവാൻ സാധിക്കത്തില്ല. எந்த சூழ்நிலைகளுக்கோ எந்த பிரச்சனைகளுக்கோ இனி உங்களை சோர்வடைய பண்ண முடிவதில்லை. ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ മേൽ വാഴുവാൻ പോകുകയാണ്. நாங்கள் அறிக்கை பண்ணுகிறோம், சகல புத்திக்கும் அப்பாற்பட்டதான தெய்வீக சமாதானம் உங்களை ஆளுகை செய்ய போகிறது. നിരാശയല്ല ഇനി നിങ്ങളുടെ മേൽ വാഴുന്നത്, ദുഃഖമല്ല നിങ്ങളുടെ മേൽ വാഴുന്നത്, പ്രതിസന്ധിയല്ല, പ്രശ്നങ്ങളല്ല, മറിച്ച് ദൈവിക സമാധാനം നിങ്ങളുടെ മേൽ വാഴുവാൻ പോകുകയാണ്. தேவ பிள்ளைகளே, துக்கம் அல்ல, இனி பிரச்சனைகள் அல்ல, சூழ்நிலைகள் அல்ல உங்களை ஆள போவது, மாறாக தெய்வீக சமாதானமானது உங்களை ஆளுகை செய்ய போகிறது. ഇത് ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ്. ദൈവ പിള്ളകളെ, ഇത് ദൈവ രാജ്യത്തിനുடைய പ്രത്യേകതന്മേ. കാരണം ദൈവരാജ്യത്തിലാണ് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. ஏனென்றால் தேவ ராஜ்யத்திலே தான் நீதியும் சமாதானமும் பரிசுத்த ஆவியானவராலுள்ள பரிபூர்ணமான நிறைவும் அனுபவிக்க முடிகிறது. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ശിഷ്യന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവ് പറയുന്നതാണ് നിങ്ങൾക്ക് സമാധാനമെന്ന്. இயேசு கர்த்தர் உயிரோடு எழும்பினதுக்கு பின்பதாக தன்னுடைய சீஷர்களுக்கு முன்பதாக தோன்றியவர் முதலாவதாக சொல்கிற வார்த்தை தான் உங்களுக்கு சமாதானம். യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. இயேசு சொல்கிறார், நான் என் சமாதானம் உங்களுக்கு தருகிறேன். അത് ഈ ലോകം തരുന്നത് പോലെയല്ല. அது இந்த உலகம் தருவது போல அல்ல. ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം അത് അപ്പ് ആൻഡ് ഡൗൺ ആണ്, അത് നിലനിൽക്കത്തില്ല. ഒരു സമാധാനം നമ്മൾ അനുഭവിച്ചാൽ അതിനപ്പുറം ദുഃഖത്തിലേക്ക് നമ്മൾ വീണു പോകും. இந்த உலகம் தருகிறதான சமாதானம் என்று சொன்னால் அது ஏற்றக்குறைவுள்ளது. அது நிரந்தரமானதல்ல. ஏதாவது ஒரு சூழ்நிலைகள் எதிராக வரும்போது அது சமாதானமும் குறைந்து போகிறது. എന്നാൽ ദൈവിക സമാധാനം, യേശു നമുക്ക് നൽകുന്ന സമാധാനം, പ്രശ്നങ്ങൾ നമുക്ക് പ്രതികൂലമായാലും സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായാലും അതിൻ്റെ മധ്യത്തിൽ ദൈവിക സന്തോഷത്തിലും ആശ്വാസത്തിലും ദൈവികമായ നിറവിലും നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ஆனால் இயேசு தரும் சமாதானம் என்பது சூழ்நிலைகள் நமக்கு எதிராக மாறினாலும் நமக்கு விரோதமாக என்ன காரியங்கள் எதிராக போனாலும் சரி, இயேசு தருகிற சமாதானம் அது நிலை நிற்கும். அது அது நம்மளை நிறைவாக மாற்றும். ഇനി ലോകത്തിന്റെ പ്രശ്നങ്ങളല്ല നിങ്ങളെ നിയന്ത്രിക്കുന്നത്. இனி உலக பிரச்சனைகள் அல்ல உங்களை ஆளுகை செய்வது. ലോകത്തിൽ നടക്കുന്ന പ്രതികൂലങ്ങളല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. உலகத்தில் நடக்கிறதான எதிர்மாறான சூழ்நிலைகள் அல்ல உங்களை கட்டுப்படுத்துவது. ഓരോ ദൈവമക്കളുടെ മേലും ദൈവിക സമാധാനം നിറയപ്പെടാൻ പോകുകയാണ്. ஒவ்வொரு தெய்வீக பிள்ளைகள் மேலும் தெய்வீகமான சமாதானம் நிரப்பப்பட போகிறது. தெய்வ பிள்ளைகளே, இந்த நாளில் எத்தனை பேர் உங்களை வாய்களால அறிக்கை பண்ணுகிறீங்க, மந்த் ஆஃப் ஷலோம், நான் தெய்வீக സമാധാനത്തിനുடைய நிறைவில் മൂവ് பண்ணுகிறதான ഒരു മാസം എന്ന് சொல்லி. ഇന്ന് എത്ര പേർ ദൈവമക്കളെ നിങ്ങൾ വായ്കളെ തുറന്ന് ഡിക്ലെയർ ചെയ്യുന്നു, ദൈവിക സമാധാനത്തിന്റെ നിറവിലാണ് ഞാൻ ആയിരിക്കുന്നത്, മന്ത് ഓഫ് ഷലോം. தெய்வ பிள்ளைகளே, இந்த மாதம் மட்டுமல்ல, இந்த மாதத்தினுடைய முதலாவது நாளில் இருந்தே இவ்விதமான ஒரு ஆவிக்குரிய மண்டலம் உங்களுக்காக பரலோகம் திறந்து தருகிறது.
சமாதானம் உங்களை ஆளுகை செய்கிறதான ஆசீர்வதிக்கப்பட்ட மாதம். ദൈവമക്കളെ, ഈ മാസത്തിന്റെ ആരംഭം മുതൽ ആത്മീക തലത്തിൽ ഇത് തുറക്കപ്പെടുകയാ. സമാധാനം നിങ്ങളെ വാഴ്ച നടത്തുന്ന ഒരു ആത്മീക തലം. ஏனென்றால் ஏசாயா 54வது அதிகாரம் 10வது வசனத்தில் கர்த்தர் இவ்விதமாக நம்மிடத்திலே ஒரு உடன்படிக்கை செய்கிறார். மலைகள் விலகினாலும் பர்வதங்கள் நிலை பெயர்ந்தாலும் என் கிருபை உன்னை விட்டு விலகாமலும் என் சமாதானத்தின் உடன்படிக்கை நிலை பெயராமலும் இருக்கும் என்று உன்மேல் மனதுருகிற கர்த்தர் சொல்கிறார். കാരണം യെശയ്യാ പ്രവചന പുസ്തകം 54-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് ഇങ്ങനെ പറയുന്നു, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുൾ ചെയ്യുന്നു. தேவ பிள்ளைகளே பாருங்க, அமேன், சமாதானத்தினுடைய உடன்படிக்கையை கர்த்தர் நம்மிடத்திலே அமேன் செய்ய வாஞ்சித்து கொண்டு அவர் சொல்வது, அமேன், மலைகள் விலகினாலும் பர்வதங்கள் நிலை பெயர்ந்தாலும் சரி, அமேன், கர்த்தருடைய இந்த சமாதான உடன்படிக்கை அவர் நம்மில் வைத்திருக்கிற கிருபை இது ஒருபோதும் மாறாது என்று. മക്കളെ, ഒരു സമാധാന ഉടമ്പടി കർത്താവ് നമ്മുടെ മേൽ വെച്ചിട്ട് പറയാം, പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടി അത് നീങ്ങിപ്പോകുകയുമില്ല. ஆமென். இது சொல்வது யார் என்று சொல்லி பாருங்க, உண்மையில் மனதுருகிற கர்த்தர் சொல்கிறார் என்று சொல்லி வார்த்தை சொல்கிறது. നിന്നോട് കരുണ തോന്നുന്ന യഹോവ അരുൾ ചെയ്യുന്നു എന്നാണ് അവിടെ വചനം പറയുന്നത്. அப்ப பாருங்க, நம்மிடத்திலே மனதுருக்கம் உள்ள கர்த்தர் நம்மிடத்திலே அமேன் தருகிறதான ஒரு வாக்குத்தத்தம் இல்லாவிட்டால் நம்மிடத்திலே செய்கிற உடன்படிக்கை அது சமாதான உடன்படிக்கை. നമ്മളോട് കരുണയുള്ള ദൈവം നമുക്ക് തരുന്ന ഒരു ഉടമ്പടി അത് സമാധാനത്തിന്റെ ഉടമ്പടിയാണ്. பாருங்க தெய்வ பிள்ளைகளே, பழைய உடன்படிக்கையிலே ஹீப்ரு வேர்டான ஷலோம் தான் சமாதானம் என்பதற்கு பயன்படுத்தப்பட்டிருக்கிற வார்த்தை. പഴയ ഉടമ്പടിക്കകത്ത് സമാധാനത്തിന് ഷലോം എന്നുള്ള ഹെബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ஷலோம் என்ற வார்த்தை, ஷலோம் என்றதான வார்த்தைக்கு வெறும் சமாதானம் மட்டும் அல்ல அர்த்தம். ഷലോം എന്ന പദത്തിന് സമാധാനം എന്ന് മാത്രമല്ല അർത്ഥം വെച്ചിരിക്കുന്നത്, அதற்கு பரிபூர்ணம், நிறைவான அனுபவம், பாதுகாப்பு, செழிப்பு, ஆரோக்கியம், இவ்விதமான எல்லாம் சேர்ந்ததான ஒரு பேக்கேஜ் தான் சமாதானம் என்று சொல்வது. ഷലോമിന് പരിപൂർണമെന്നും നിറവായിരിക്കുന്ന അനുഭവമെന്നും സമാധാനമെന്നും ആരോഗ്യമെന്നും ഇങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് അതിനകത്ത് കാണുവാൻ സാധിക്കും. ஆமென். இந்த நாளில் எத்தனை பேர் நம்புறீங்க, மந்த் ஆஃப் மே, ஆமென், சமாதானத்துடைய பேக்கேஜ், ஆமென், அதிலே பாதுகாப்பும் ஆசீர்வாதங்களும் என் மேலே, ஆமென், கர்த்தர், ஆமென், ஆரோக்கியமும் ஜீவனும் எல்லாம் தந்து, ஆமென், என்னை நிறைவுக்குள் நடத்துகிறதான ஒரு ஆவிக்குரிய மண்டலம் என் மேல் திறக்கப்படுகிறது என்று எத்தனை பேர் நம்புறீங்க? ഈ മെയ് മാസത്തിനകത്ത് ഷലോമിന്റെ ഒരു പാക്കേജ്, എൻ്റെ മേലുള്ള സംരക്ഷണം, എൻ്റെ മേലുള്ള ദൈവികമായ പ്രൊട്ടക്ഷൻ, എൻ്റെ മേൽ പകരപ്പെടുന്ന ദൈവികമായ ആരോഗ്യം, എൻ്റെ മേൽ പകരപ്പെടുന്ന ദൈവികമായ നിറവ്, പരിപൂർണത, ഇതെല്ലാം ഈ മാസത്തിൽ എനിക്ക് അധികമായിട്ട് അനുഭവിക്കാൻ കഴിയും. ദൈവപിള്ളകളെ, இந்த സമാധാനത്തെ ഒരു ഉടമ്പടിക്കയാക தான் கர்த்தர் நமக்கு தருகிறார். ദൈവമക്കളെ, ഈ സമാധാനത്തെ ഒരു ഉടമ്പടിയായിട്ടാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. எவ்விதமாக நாம் எபேசியருக்கு நிருபம் 2வது அதிகாரத்தில் பார்ப்போமானால், ஆமென், கர்த்தராகிய இயேசு கிறிஸ்துவை குறித்து வார்த்தை சொல்கிறது, அவரே நம் சமாதானம் என்று சொல்லி. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിനകത്ത് വചനം പറയുന്നത് യേശു നമ്മുടെ സമാധാനം എന്നാണ്. ஆமென். சமாதானமாக இருக்கிற இயேசு கிறிஸ்து வழியாக சமாதானத்தினுடைய உடன்படிக்கை தான் கர்த்தர் நம்மோடு செய்திருக்கிறார். സമാധാനമാകുന്ന യേശു വഴി സമാധാനത്തിന്റെ ഉടമ്പടിയാണ് പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. இந்த சமாதான உடன்படிக்கையில தெய்வ பிள்ளைகளே, ஒருபோதும் மாற்றம் இல்லாததான தெய்வீக சமாதானத்தை எல்லா நேரத்திலேயும், எல்லா நாளும், எல்லா சூழ்நிலைகளிலும் உங்களுக்கு அனுபவிக்க முடியும். ദൈവമക്കളെ, ഈ സമാധാന ഉടമ്പടിയിലൂടെ, യേശു എന്ന സമാധാനത്തിലൂടെ ഏത് സമയത്തും, ഏതു നേരത്തും, ഏതു സാഹചര്യത്തിലും ആ ദൈവികമായ സമാധാനം നമുക്ക് അനുഭവിക്കാൻ കഴിയും. இந்த நாளில் எத்தனை பேருக்கு அறிக்கை பண்ண முடிகிறது, ஆமென், ஒரு சமாதான உடன்படிக்கையில் நான் இருக்கிறேன், என் கர்த்தர் ஜீவனுள்ள தேவன், സമാധാനമാനവരെ എന്നോട് സമാധാന ഉടമ്പടിക്കை ചെയ്തിരിக்கிறார் என்று. ഇപ്പോൾ എത്ര പേർ ഡിക്ലെയർ ചെയ്യും, ഞാനൊരു സമാധാനത്തിന്റെ ഉടമ്പടിയില, മാറ്റമില്ലാത്ത ഉടമ്പടിയില, കാരണം എന്റെ കർത്താവായ യേശു എനിക്ക് സമാധാനം എന്ന ഉടമ്പടി ചെയ്തിരിക്കുന്നു. എത്ര പേർ തിരിച്ചറിയുന്നു എന്റെ മേൽ ഒരു സമാധാനത്തിന്റെ ഉടമ്പടി കിടപ്പുണ്ടെന്ന്? எத்தனை
பேர் புரிந்து கொள்றீங்க என்மேல் ஒரு சமாதான உடன்படிக்கை இருக்கிறது என்று சொல்லி? മറ്റുള്ളവരിലേക്ക് പകരപ്പെടുവാനായിട്ടുള്ള സമാധാനത്തിന്റെ നിറവ് കർത്താവ് നമ്മുടെ അകത്ത് പകർന്നിട്ടുണ്ട്. மற்றவர்களுக்கு பகிரப்படத்தக்கதான ஒரு சமாதானத்தினுடைய நிறைவு கர்த்தர் நம் மீது பகிர்ந்திருக்கிறார். അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിനകത്ത് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഏത് വീട്ടിൽ എങ്കിലും ചെന്നാൽ ഈ വീടിന് സമാധാനം എന്ന് ആദ്യം പറയുവിൻ. അവിടെ ഒരു സമാധാന പുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻമേൽ വസിക്കുമെന്ന് വചനം പറയുകയാണ്. அதனால் தான் லூக்கா எழுதின சுவிசேஷம் 10-ஆம் அதிகாரம் அதனுடைய 5வது வசனத்தில் இயேசுவானவர் விதமாக சொல்கிறார், ஒரு வீட்டில் பிரவேசிக்கிற போது இந்த வீட்டுக்கு சமாதானம் உண்டாவதாக என்று முதலாவதாக சொல்லுங்கள். சமாதான புத்திரன் அங்கே இருந்தால் நீங்கள் கூறின சமாதானம் அவனிடத்தில் தங்கும், இல்லாதிருந்தால் அது உங்களிடத்திற்கு திரும்பி வரும். അവിടെ കർത്താവ് പറയും, ഏത് വീട്ടിൽ ചെന്നാലും ആദ്യം പറയേണ്ടത് ആ വേർഡാണ് ഷലോം. ആ ഭവനത്തെ നോക്കി ஷலோம் പറയുക, சமாதானம் എന്ന് പറയുക. பாருங்க தேவ பிள்ளைகளே, ஒரு வீட்டில் முதலாவது நீங்கள் ஏறும்போது அந்த வீட்டில் பார்த்து முதலாவது சொல்ல வேண்டிய வார்த்தை இதுவே, ஷலோம். அந்த வீட்டிற்கு சமாதானத்தை ஆமென் நாம் கட்டளையிட வேண்டும். നിങ്ങൾ ഒരു ദൈവ പൈതലിനെ കണ്ടാൽ, മറ്റൊരു വ്യക്തിയെ കണ്ടാൽ ആദ്യം പറയേണ്ട ഒരു വേർഡ് ഷലോം എന്ന പദം നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കേ, അവിടെ ഷലോമിന്റെ കൈമാറ്റം അവിടെ സംഭവിക്കാൻ തുടങ്ങും. தேவ பிள்ளைகளே, நீங்கள் ஒரு நபரை பார்க்கும் போது முதலாவதாக அந்த நபரிடத்திலே ஷலோம் സമാധാനത്തിനുடைய வாழ்த்துக்களை சொல்லுங்க. அந்த சமாதானமானது அவர்கள் மேல் பகிர ஆரம்பிக்கும். യേശു പറയാ, ഒരു സമാധാന പുത്രൻ, ദ സൺ ഓഫ് പീസ്, സമാധാന പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവന്റെ മേൽ വസിക്കുവാൻ തുടങ്ങും. தேவப்பிள்ளைகளே, ஒரு சமாதான புத்திரன் ஆமென் அந்த வீட்டுக்குள் இருந்தால் அந்த சமாதானமானது அந்த வீட்டுக்குள் நிலைத்திருக்க ஆரம்பிக்கும். അപ്പോൾ നിങ്ങൾ ഒരാളെ നോക്കി ഷലോം പറഞ്ഞാൽ ആ വ്യക്തി ഒരു സമാധാന പുത്രനാണെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഷലോം സമാധാനം ആ വ്യക്തിയുടെ മേൽ വസിക്കുവാൻ തുടങ്ങും. பாருங்க ஆமென். அப்போ நீங்க வாழ்த்தும் போது அதை பெற்றுக்கொள்கிற நபர் ஒரு சமாதானத்தினுடைய புத்திரன் என்று சொன்னால் அந்த சமாதானமானது அந்த வீட்டுக்குள் நிலை நிற்கும். ആമേൻ. ആ വ്യക്തി സമാധാന പുത്രനല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഷലോം നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് വചനം പറയുന്നു. அந்த நபர் சமாதான புத்திரன் அல்லாவிட்டால் நீங்கள் வாழ்த்துகிறதான அந்த சமாதானம் உங்களுக்கு நேராகவே திரும்ப வரும். എന്താ സമാധാന പുത്രൻ എന്ന് പറഞ്ഞാൽ? யார்தான் சமாதானத்தினுடைய புத்திரன் என்று சொன்னார்? ആമേൻ. ദൈവ പൈതലായിരിക്കുന്ന വ്യക്തിയെ വിളിക്കുന്നതാണ് സമാധാന പുത്രൻ എന്ന്. தெய்வ பிள்ளையா இருக்கிற ஒரு நபரை அழைக்கிற வார்த்தை தான் சமாதான புத்திரன் என்றதான வார்த்தை. ആമേൻ. സമാധാന പുത്രന്റെ ഗ്രീക്ക് പദം കൊടുത്തിരിക്കുന്നത് ഐറിനെ ഹുയോസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. சமாதான புத்திரன் என்பதனுடைய கிரேக்கிய வார்த்தை சொல்லப்பட்டிருக்கிறது ഐറിനെ ഹുയോസ്. ഹുയോസ് എന്ന് പറഞ്ഞാൽ പക്വത പ്രാപിച്ച തികഞ്ഞവനായ പുത്രനെയാണ് ഹുയോസ് എന്ന് പറയുന്നത്. ഹുയോസ് എന്നാൽ അമേൻ പരിപൂർണപ്പെട്ട അമേൻ ഒരു പക്വം വന്നതാന ഒരു കുമാരൻ മകൻ എന്ന് ചൊല്ലി അർത്ഥം. അവൻ ക്രിസ്തു എന്ന സമാധാനം അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന സമാധാനത്തെ വെളിപ്പെടുത്തുന്ന നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവൻ ക്രിസ്തു എന്നതാന സമാധാനത്തെ വെളിപ്പെടുത്തുകിற അതിലെ நிறைவான ഒരു നബറാக இருப்பான். അവൻ ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിയായിരിക്കും. അവൻ ക്രിസ്തുവുക്കുള്ളാன ഒരു നബറാக இருப்பான். അവൻ ദൈവിക സമാധാനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അവൻ ദൈവികமான സമാധാനത്തെ വിരുമ്പുகிறதான ഒരു നബറാக இருப்பான். അവൻ യഥാർത്ഥത്തിൽ റിയലായി ഒരു സൺ ഓഫ് ഗോഡ് ആയിരിക്കും, ദൈവപുത്രനായിരിക്കും. അവൻ മെയ്യാകவே ഒരു ദൈവപുത്രൻ സൺ ഓഫ് ഗോഡ് ആக இருப்பான். അവൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും. അവൻ യേശു ക്രിസ്തുവിന്റെ രക്തത്തിനാലെ மீட்கப்பட்ட ഒരുവനാக இருப்பான். യേശു ക്രിസ്തുവിന്റെ നീതിയാൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയായിരിക്കും. അവൻ യേശു ക്രിസ്തുവിന്റെ നീതിയിനാലെ നീതിമാനാക്കപ്പെട്ടതാണ് ഒരു നബറാக இருப்பான். അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട രണ്ട് ദൈവമക്കൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ അവിടെ നിങ്ങൾ ഷലോം ഡിക്ലെയർ ചെയ്തേ, ഷലോം എന്ന പദത്തെ നിങ്ങൾ ഡിക്ലെയർ ചെയ്തേ, ആ സമാധാനം നിങ്ങളുടെ മേൽ രണ്ടുപേരുടെ മേലും പകരപ്പെടുവാൻ തുടങ്ങും. ആമേൻ. അவ்விதமான ரெண்டு நபர்கள் ஒருவருக்கொருவர் சந்திக்கும் போது நீங்க ஷலோம தெய்வீக சமாதானத்தை அறிக்கை பண்ணுங்க. அந்த சமாதானமானது ஒருவருக்கொருவர் ஆக அது പകരപ്പെടാൻ ആരംഭിക്കും. എന്ന് വെച്ചാൽ രണ്ടു പേർ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട രണ്ടു പേർ സംസാരിച്ചാൽ, ഷലോമിനെ ഡിക്ലെയർ ചെയ്താൽ ഷലോം അവരുടെ മേൽ കൈമാറ്റപ്പെടും, ഷലോം അവരുടെ മേൽ വസിക്കുവാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഷലോം എന്ന ദൈവികമായ പ്രൊട്ടക്ഷൻ അവരുടെ മേൽ പകരപ്പെടുവാൻ തുടങ്ങും.
தேவப்பிள்ளைகளே, 2 நபர்கள் அப்படி என்று சொன்னால் இயேசு கிறிஸ்துவை ஏற்றுக்கொண்டதான 2 நபர்கள் ஒருவருக்கொருவர் சந்திக்கும் போது அந்த இடத்துல ஷலோம தெய்வீக சமாதானத்தை பேசி பாருங்க. மெய்யாகவே ஒருவருக்கொருவர் சமாதான வாழ்த்துக்களை அறிவிக்கும் போது அந்த சமாதானமானது ஒருவருக்கொருவர் அது கைமாற்றம் செய்யப்பட ஆரம்பிக்கும். അവിടെ പറയുന്നു അവന്റെ മേൽ ദൈവിക സമാധാനം വസിക്കുമെന്നാ പറയുന്നത്. பாருங்க, அந்த இடத்துல சொல்வது அவன் மேல் தெய்வீக சமாதானமானது வாசம். നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ദൈവികമായ പ്രൊട്ടക്ഷൻ, ഷലോമിലുള്ള ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ വർദ്ധിക്കുവാൻ തുടങ്ങും. தேவப்பிள்ளைகளை நீங்க அறிக்கை பண்ணும் போது அமேன் உங்கள் மேல் உள்ள தெய்வீக சமாதானமானது அமேன் அது பாதுகாப்பாக அமேன் மாறும். ഷലോമിലുള്ള ഡിവൈൻ ഹീലിംഗ്, സൗഖ്യം നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ തുടങ്ങും. ஷலோமில் உள்ள தெய்வீக சுகம் அது உங்கள் மேல் வெளிப்பட ஆரம்பிக்கும். ഷലോമിലുള്ള ഡിവൈൻ ഹെൽത്ത്, അത് ആ ദൈവികമായ ആരോഗ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ. ஷலோமில் உள்ள ஹெல்த் தெய்வீகமான ஆரோக்கியம் அமேன் ஒருவருக்கொருவர் அமேன் கைமாற்றம் பண்ணப்படும். ഷലോമിലുള്ള ഡിവൈൻ പെർഫെക്ഷൻ, ആ ദൈവിക പരിപൂർണത നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങും. ஷலோமில் இருக்கிற தெய்வீகமான பரிபூரணம் அது ஒருவருக்கொருவர் அமேன் வெளிப்பட ஆரம்பிக்கும். ആ ഡിവൈൻ പെർഫെക്ഷൻ നിങ്ങളുടെ മേൽ വെളിപ്പെട്ടാൽ നിങ്ങളുടെ കുറവുകൾ മാറും, ശൂന്യതകൾ മാറും, നിങ്ങൾ സകലത്തിലും നിറവുള്ളവരായി മാറുവാൻ തുടങ്ങും. ஆமென். டிவைன் பெர்ஃபெக்ஷன் உங்கள் மேல் வெளிப்பட்டால் உங்களுடைய குறைவுகள் மாறும். ஆமென். நீங்கள் மெய்யாகவே பரிபூர்ணம் உள்ளவர்களாக மாறுவீர்கள். ஷலோமிലുള്ള ഡിവൈൻ വെൽത്ത്, ആ ദൈവികമായ സമ്പന്നത നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ തുടങ്ങും. ஷலோமில் உள்ள தெய்வீகமான செல்வம், ஐஸ்வர்யம் அது உங்கள் வாழ்க்கையில வெளிப்பட ஆரம்பிக்கும். ആ ഷലോമിൽ പറഞ്ഞിരിക്കുന്ന നിറവ് മുഴുവനും, ആ റിസ്റ്റോറേഷൻ, ആ സമൃദ്ധി, ആ പ്രോസ്പെരിറ്റി, സകലതും നിങ്ങളുടെ മേലേക്ക് പകരപ്പെടുവാനായിട്ട് തുടങ്ങും. ஆமென். அந்த ஷலோமில் சொல்லப்பட்டிருக்கிறதான சகலவிதமான நிறைவும் சகலவிதமான செழிப்பும் உங்கள் மேல் வெளிப்பட ஆரம்பிக்கும். അതുകൊണ്ട് ദൈവമക്കൾ ഒരുമിച്ച് കണ്ടാൽ ഡിക്ലെയർ ചെയ്യുക ഷലോം, ആ സമാധാനത്തെ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുക. அதனால் தெய்வ பிள்ளைகள் சந்திக்கும் போது நீங்கள் அந்த ஷலோமை டிக்ளேர் பண்ணுங்க. ആമേൻ. ചില പകർച്ചകൾ, ചില കൈമാറ്റങ്ങൾ ആ ഒറ്റ വേർഡിൽ നിന്ന് നിങ്ങളുടെ മേലേക്ക് കൈമാറ്റപ്പെടുവാൻ തുടങ്ങും. ஆமென். சில பகிர்வுகள், சில கைமாற்றங்கள் அந்த ஒற்ற வார்த்தையில் இருந்து ஆமென் கைமாற்றம் பண்ணப்பட ஆரம்பிக்கும். അതുകൊണ്ട് യേശു പറഞ്ഞ, നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ സമാധാനം എന്ന് ആദ്യം പറയുവിൻ എന്ന് വെച്ചാൽ മറ്റു വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നതിന് മുന്നമേ, മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുന്നമേ ആദ്യം പറയേണ്ട വേർഡാണ് ഷലോം. ஆதலால் தான் இயேசுவானவர் சொல்கிறார், நீங்கள் ஒரு வீட்டுக்குள் பிரவேசிக்கும் போது முதலாவதாக நீங்கள் ஷலோம் சொல்ல வேண்டும். மற்ற விஷயங்கள் பேசுவதற்கு முன்பதாகவே, மற்ற காரியங்கள் டிஸ்கஸ் பண்ணுவதற்கு முன்பதாகவே ஷலோம் என்று சொல்ல வேண்டும். ஃபர்ஸ்ட் வேர்ட் சே ஷலோம். முதல் வார்த்தை அது சொல்ல வேண்டியது ஷலோம். ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യത്തെ വേർഡ് സേ ഷലോം. ஒரு வீட்டுக்குள் போனால் முதலாவது வார்த்தை ஷலோம். ഒരു ദൈവ പൈതലിനെ കണ്ടാൽ ആദ്യം പറയേണ്ടത് ஷலோம். ஒரு தெய்வ பிள்ளையை பார்த்தால் முதலாவதாக சொல்ல வேண்டிய வார்த்தை ஷலோம். വചനം പറയുക, സമാധാനം വസിക്കും. வார்த்தை சொல்கிறது சமாதானம் வாசம் பண்ண. എത്ര പേർ തിരിച്ചറിയുന്നു, ഞാൻ ആ ഷലോമിന്റെ നിറവിനകത്തേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുകയാണ്. எத்தனை நபர்கள் புரிந்து கொள்றீங்க, நான் அந்த ஷலோமினுடைய நிறைவுக்குள் பிரவேசித்திருக்கிறேன். ഈ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ഞങ്ങൾ നിങ്ങളെയൊക്കെ ഡിക്ലെയർ ചെയ്യുന്നു ഷലോം. இந்த மாசத்தினுடைய ஆரம்பத்திலேயே உங்களை பார்த்து நாங்கள் அறிக்கை பண்ணுகிறோம் ஷலோம். ആ പെർഫെക്ഷൻ നിങ്ങളുടെ മേലേക്ക് കൈമാറട്ടെ. அந்த பரிபூர்ணம் உங்கள் மேல் கைமாற்றம் செய்யப்படுவதாக. ദൈവികമായ ആരോഗ്യം നിങ്ങളുടെ മേലേക്ക് കൈമാറ്റപ്പെടട്ടെ. ദൈവികമായ ആരോഗ്യം ഉங்கள் മേൽ കൈമാറ്റം ചെയ്യപ്പെടുവதாக. ദൈവികമായ സമ്പന്നത നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. ദൈവികമായ ഐശ്വര്യം ഉங்கள் മേൽ കൈമാറ്റം ചെയ്യപ്പെടുവதாக. കുറവില്ലാത്തവരായി നിങ്ങൾ ജീവിക്കാൻ ദൈവികമായ പരിപൂർണത നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഒന്നിലേയുമേ കുറവില്ലാത്തവர்களாக வாழும்படியாக ദൈവികமான പരിപൂർണം ഉங்கள் മേൽ വെളിപ്പെടുവதாக. ഞങ്ങൾ സമാധാനത്തെ നിങ്ങളുടെ മേൽ പകർന്നു പ്രാർത്ഥിക്കുന്നു. நாங்கள் சமாதானத்தை உங்கள் மேல் பகிர்ந்து ஜெபிக்கிறோம். தேவபிள்ளைகளே, எசேயா தீர்க்கதரிசன புத்தகம் 60வது அதிகாரம் 17வது வசனத்தில் வார்த்தை விதமாக சொல்கிறது. ദൈവമക്കളെ, യെശയ്യാ പ്രവചന പുസ്തകം 60ാം അധ്യായം 17ാമത്തെ വചനത്തിൽ ഇങ്ങനെയാ പറയുന്നത്, உன் கண்காணிகளை சமாதானம் உள்ளவர்களும் உன் தண்டக்காரரை நீதி உள்ளவர்களும் ஆக்குவேன் என்று சொல்லி. ഞാൻ സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരും ആക്കും. தமிழில் இவ்விதமாக வார்த்தை சொல்லும் போது ஆங்கிலேய மொழிபெயர்ப்பிலேயும் அதுபோல மீதியான எல்லா டிரான்ஸ்லேஷன் நம்ம பார்த்தோம் என்று சொன்னால், அமேன், உனக்கு சமாதானத்தை கண்காணிகள்
கண்காணிகளாகவும் ஆமென் உனக்கு நீதியை ஆமென் தண்டக்காரராகவும் மாற்றுவேன் என்று சொல்லிதான் கர்த்தர் சொல்லுற வாக்குத்தத்தம். ഇവിടെ വചനത്തിൽ പറയുന്ന സമാധാനത്തെ നിനക്ക് നായകന്മാരും നീതിയെ നിനക്ക് അധിപതിമാരും ആക്കും. பாருங்க ஆமென். இப்போ தேவ பிள்ளைகளே, கர்த்தர் நமக்கு தருகிற வாக்குத்தத்தம் என்னவென்றால் ஆமென் நம்முடைய கண்காணிகளாக அவர் சமாதானத்தையே ஆக்குகிறார். ஆமென் சமாதானத்தையே நமக்கு நாயகர்களாக ஆக்குகிறார் என்று சொல்லி வார்த்தை சொல்கிறது. വചനം പറഞ്ഞു സമാധാനത്തെ നമുക്ക് നായകന്മാരാക്കുമെന്ന് വചനം പറയുന്നു. பாருங்க தேவ பிள்ளைகளே, ஆமென் இன்றைக்கு சமாதானம் இல்லாததான ஒரு சூழ்நிலையில், சமாதானம் தேடி திரிய வேண்டியதான உலக சூழ்நிலையில் கர்த்தர் நமக்கு பண்ணுகிற வாக்குத்தத்தம் நமக்காக சமாதானத்தையே கண்காணிகளாக மாற்றுவேன் என்று சொல்லி. ഇന്ന് സമാധാനമില്ലാതെ നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ വചനം പറഞ്ഞു സമാധാനത്തെ നമുക്ക് നായകന്മാരാക്കി മാറ്റുമെന്ന്. அப்படி என்று சொன்னால் God of Shalom சமாதானத்தின் கர்த்தர் தாமே உங்களுக்கு முன்பதாக போவது மட்டுமல்லாமல் சமாதானத்தையே கண்காணிகளாக, அப்படி என்று சொன்னால் ஆமென் நமக்கு முன்பதாக சென்று ஆமென் நமக்கு பாதுகாப்பை அளிக்க, ஆமென் நமக்கு முன்பதாக சென்று சத்துருடைய தந்திரங்கள் எல்லாம் மேற்கொள்ளும்படியாக சமாதானம் நமக்கு முன்னமே செல்லும் என்று சொல்லி அர்த்தம். സമാധാനത്തെ, ദൈവിക സമാധാനത്തെ നമ്മുടെ മുന്നമേ അയച്ച് സമാധാനം നമുക്ക് നായകനായി തീർന്നു നമുക്ക് മുന്നമേ ചെന്ന് ശത്രുവിന്റെ സകല പദ്ധതികളെയും തകർത്തു കളയും. ஆமென். அதனால்தான் அடுத்த வசனம் விதமாக சொல்கிறது, இனி கொடுமை உன் தேசத்திலும் அழிவும் ஆமென் நாசமும் உன் எல்லைகளிலும் கேட்கப்பட மாட்டாது என்று சொல்லி. അടുത്ത വാക്യത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. ஏன் என்ன காரணத்தினால் என்று கேட்டால் தேவ பிள்ளைகளே, சமாதானம் நாயகனாக கண்காணியாக நமக்கு முன்பதாக போய் எல்லா கொடுமைகளையும் நமக்கு விரோதமாக சத்துரு போடுகிறதான சமாதானத்தை எடுத்து போடுகிறதான எல்லா சூழ்நிலைகளும் விலக பண்ணி மெய்யாகவே போகிற வழிகளெல்லாம் சமாதானத்தை என்ஜாய் பண்ண, பரிபூர்ணத்தை என்ஜாய் பண்ண கர்த்தர் உதவி செய்வார். കാരണം എന്താ? സമാധാനം നമുക്ക് നായകനായി നമുക്ക് മുന്നമേ പോയി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ മാറ്റി ആ സമാധാനത്തെ ആസ്വദിക്കുവാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകുക. இந்த நாளில் எத்தனை பேர் நம்புறீங்க நீங்கள் ஆமென் போகிற எல்லா வழிகளிலும் சமாதானமானது உங்களுக்கு கண்காணியாக முன்னாடி போகிறது என்று சொல்லி. എത്ര പേർ തിരിച്ചറിഞ്ഞു പോകുന്ന വഴിയിൽ സമാധാനം നായകനായി എൻ്റെ മുൻപേ പോകും. ஆமென். இன்றைக்கு எத்தனை பேர் சொல்றீங்க சமாதானத்தினுடைய கர்த்தர் தாமே எனக்கு முன்பதாக கண்காணியாக, எனக்கு பாதுகாவலராக என் முன்பதாக செல்கிறார் என்று சொல்லி. സമാധാനത്തിന്റെ കർത്താവ് എനിക്ക് മുന്നമേ നായകനായി നടന്നു പോകും. മക്കളെ, സമാധാനം നമ്മുടെ മുമ്പിൽ നായകനായി പോകുക മാത്രമല്ല, தேவ பிள்ளைகளே, சமாதானமானது கண்காணியாக நமக்கு முன்பதாக போவது மட்டுமல்ல. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ரோமருக்கு எழுதின நிருபம் 16வது அதிகாரம் அதனுடைய 20வது வசனம் இவ்விதமாக சொல்கிறது, சமாதானத்தின் கர்த்தர் தாமே சாத்தானை சீக்கிரமாக உங்களுடைய காலின் கீழாக நசுக்கி போடுவாராக. ഇന്ന് ഈ പ്രൊഫറ്റിക്കൽ വേർഡിനെ സ്വീകരിക്കാൻ എത്ര പേർ റെഡിയാണ്? இன்றைக்கு இந்த தீர்க்கதரிசன வார்த்தையை பெற்றுக்கொள்ள எத்தனை நபர்கள் இருக்கிறீங்க? നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ തകർക്കാൻ പ്രവർത്തിക്കുന്ന ഏത് സാത്താനായാലും, ஆமென், உங்கள வாழ்க்கையிலே உங்களுக்கு விரோதமாக செயல்படுகிற எந்த சாத்தானாக இருந்தாலும், നിങ്ങൾക്ക് രോഗത്തെ കൊണ്ടിരുന്ന രോഗത്തിന്റെ ദുരാത്മാവാണെങ്കിലും, உங்களுக்கு நோய்களை கொண்டு வந்து போடுகிற நோய்களுடைய அசுத்தாவியாக இருந்தாலும், നിങ്ങളുടെ കുടുംബത്തിൽ സെപ്പറേഷൻ കൊണ്ടുവരുന്ന നിങ്ങളെ രണ്ടുപേരും പിരിക്കുന്ന ആ ദുരാത്മാവാണെങ്കിലും, உங்கள் குடும்ப வாழ்க்கையிலே பிரிவினையை கொண்டு வந்து போட முயற்சிக்கிறதான பிரிவினையினுடைய ஆவியானாலும், നിങ്ങളുടെ ബിസിനസിനെ തകർത്തു കളഞ്ഞ സാത്താനാണെങ്കിലും, உங்களுடைய பிசினஸை தகர்த்து விட்டதான சாத்தானாக இருந்தாலும், സാമ്പത്തിക മേഖലകളെ തകർത്തു കളഞ്ഞ വ്യക്തിയാണെങ്കിലും, உங்களுடைய பொருளாதார எல்லைகளை தகர்த்து விட்டதான அசுத்தாவியானாலும், സാമ്പത്തികപരമായി നിങ്ങൾക്ക് ഉയരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന സാത്താനാണ്. ஆமென். பொருளாதார எல்லைகளில் உயர முடியாமல் உங்களை அடிமைகளாகி வைத்திருக்கிறதான அந்த அசுத்தாவினுடைய கிரியானாலும், ആത്മീക മേഖലയിലും പ്രാർത്ഥനകളിലും വർദ്ധിച്ചു വരാൻ, കയറി വരാൻ പറ്റാതെ വണ്ണം നിങ്ങളെ തകർത്തിട്ടിരിക്കുന്ന സാത്താനാണെങ്കിലും, ஆவிக்குரிய எல்லைகளிலும் இம்மைக்குரிய எல்லைகளிலும் ஏறி வர முடியாத அளவுக்கு நம்மை தகர்த்து போட்டிருக்கிறதான சத்துருடைய கிரியைகளானாலும், ഏതു സാത്താനാണെങ്കിലും ഇവിടെ വചനം പറയുന്നു, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുമെന്ന്. ஆமென். இந்த இடத்தில் வசனம் சொல்கிறது, எந்த பிசாசனுடைய மண்டலமாய் இருந்தாலும் சமாதானத்தின் கர்த்தர் தாமே சாத்தானை சீக்கிரமாக நம்முடைய காலின் கீழாக நசுக்கி போடுவாராக. നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ഓർത്താട്ടെ, നിങ്ങളോട് പോരാടുന്ന
ഏത് സാത്താനാണെങ്കിലും, അത് പാപത്തിൽ നിങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും, ചില അഡിക്ഷൻ അകത്തു നിങ്ങളെ കൊണ്ടിട്ടിരിക്കുന്ന സാത്താനാണെങ്കിലും, രോഗത്തിൻ്റെ സാത്താനാണെങ്കിലും, സെപ്പറേഷൻ സ്പിരിറ്റിൻ്റെ ദുരാത്മാവാണെങ്കിലും, ദാരിദ്ര്യത്തിൻ്റെ ദുരാത്മാവാണെങ്കിലും, ഇന്നു പറഞ്ഞ സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ ഈ സാത്താനെ എൻ്റെ കാൽ കീഴെ തന്നെ ചതച്ചു കളയുമെന്ന് നിങ്ങൾ പറഞ്ഞോട്ടെ. தேவப்பிள்ளைகளே, இன்றைக்கு உங்களுடைய குடும்பத்தில் பிரிவினையை கொண்டு வருகிற அசுத்தாவியினுடைய கிரியையானாலும், உங்களுடைய சரீரத்தில் பலவீனத்தை கொண்டு வந்து போடுகிறதான அசுத்தாவியினுடைய கிரியா இருந்தாலும், உங்களுடைய பொருளாதார எல்லைகளில் உங்களோடு போராடுகிற, உங்களுடைய நன்மைக்கு விரோதமாக செயல்படுகிறதான எந்த அசுத்தாவியினுடைய மண்டலமாக இருந்தாலும் சரி, இந்த நாளில் நீங்களாகவே அறிக்கை பண்ண ஆரம்பிங்க. சமாதானத்தினுடைய கர்த்தரோ சாத்தானை சீக்கிரமாக எந்த காலின் கீழாகவே நசுக்கி போடுவார் என்று சொல்லி, God of peace, സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ ദൈവം വേഗത്തിൽ ഈ സാത്താനെ എൻ്റെ കാൽ കീഴെ ചതച്ചു കളയും. ആ ഉറപ്പുള്ളവർ വായകളെ തുറന്ന് ഡിക്ലെയർ ചെയ്തേ, ഇനി ഒരു സാത്താനും നിങ്ങളെ അടിമകളാക്കി വെക്കാൻ പറ്റത്തില്ല, ഒരു സാത്താനും നിങ്ങളെ രോഗികളാക്കി ഇടാൻ പറ്റത്തില്ല, ഒരു സാത്താനും നിങ്ങളെ ദരിദ്രത്തിൽ ഇടാൻ പറ്റത്തില്ല, ഒരു സാത്താനും നിങ്ങളെ തകർച്ചയിൽ ഇടാൻ പറ്റത്തില്ല. അതിനെ സമാധാനത്തിൻ്റെ ദൈവമായ യേശുവ വേഗത്തിൽ നിങ്ങളുടെ കാൽ കീഴിൽ അതിനെ ചതച്ചു കളഞ്ഞിരിക്കുക. ஓ God of Shalom, God of peace, சமாதானத்தின் கர்த்தர் தாமே சாத்தானை நிச்சயமாகவே என்னுடைய காலின் கீழாக நசுக்கி போடுவார் என்று சொல்லி எத்தனை பேர் நம்புறீங்க? உங்களுடைய சமாதானத்தை, உங்களுடைய ஆரோக்கியத்தை, ஆமென், உங்களுடைய ஐக்கியத்தை, உங்களுடைய நிறைவை, உங்களுடைய ஆசீர்வாதங்களை தொட இனி எந்த பிசாசுடைய மண்டலங்களுக்கு முடிவதில்லை என்று சொல்லி ஆமென் எத்தனை பேர் சொல்றீங்க? അതുകൊണ്ട് ദൈവമക്കളെ, സങ്കീർത്തനക്കാരൻ 4-ാം സങ്കീർത്തനം 8-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറഞ്ഞ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ஆதலான தேவப்பிள்ளைகளே, சங்கீதங்கள் 4வது அதிகாரம் அதனுடைய 8வது வசனம் இவ்விதமாக சொல்வது, சமாதானத்தோடே படுத்துக்கொண்டு நித்திரை செய்வேன், கர்த்தாவே நீர் ஒருவரே என்னை சுகமாய் தங்க பண்ணுகிறீர். ദൈവമക്കളെ, സമാധാനത്തിന്റെ ദൈവം സകല സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയുക മാത്രമല്ല, നിങ്ങൾക്ക് സമാധാനത്തോടെയുള്ള ഒരു ഉറക്കം നൽകും. தேவப்பிள்ளைகளே, சமாதானத்தின் கர்த்தர் சாத்தானை உங்களுடைய காலின் கீழாக நசுக்கி விடுவது மட்டுமல்ல, സമാധാനത്തോട് അവർ പടുത്തുറങ്ങ பண்ணுவார். രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ, ഭയത്തോടുകൂടിയുള്ള അവസ്ഥയിലാണെങ്കിൽ, ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ഡെലിവറൻസ് നൽകിയ നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങും. യഹോവ നിങ്ങളെ നിർഭയം വസിക്കുമാറാക്കാൻ പോകുക. இரவு காலங்களிலே தூங்க முடியாமல் பயத்துடன் அமேன் நீங்க இருக்கிறீர்களா? ஆனால் இன்றைக்கு வார்த்தை உங்களை பார்த்து சொல்வது போலவே, சமாதானத்தின் கர்த்தர் உங்களுக்கு சுக நித்திரை தந்து நீங்கள் സമാധാനത്തോടെ പടുത്തുറങ്ങ പോകുகிறீர்கள். ഇന്ന് നിങ്ങളുടെ സകല ഉറക്ക കുറവുകളും മാറുക, ഭയത്തിന്റെ ദുരാത്മാവ് നിങ്ങളെ വിട്ടുമാറുക, നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങാൻ പോകുക. இன்றைக்கு உங்களுடைய தூக்க குறைவுகள் விலகுகிறது, உங்களுடைய பயங்கள் விலகி சமாதானத்தோடு நீங்கள் இனி படுத்துறங்க போகிறீர்கள். മക്കളെ, നിങ്ങളുടെ സകല ഏരിയകളിലും ദൈവിക സമാധാനത്തെ നിങ്ങൾ അനുഭവിക്കാൻ പോകുക. தேவப்பிள்ளைகளே, உங்களுடைய வாழ்க்கையினுடைய சகல எல்லைகளிலும் சமாதானத்தை நீங்கள் அனுபவிக்க போகிறீர்கள். നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ നിങ്ങൾ സമാധാനം അനുഭവിക്കാൻ പോകുക. உங்களுடைய பிசினஸ் எல்லைகளில் நீங்கள் சமாதானத்தை அனுபவிக்க போகிறீர்கள். നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിങ്ങൾ സമാധാനം അനുഭവിക്കാൻ പോകുക. உங்களுடைய குடும்பத்துக்குள் நீங்கள் சமாதானம் அனுபவிக்க போகிறீர்கள். നിങ്ങളുടെ വേലയിൽ നിങ്ങൾ സമാധാനത്തെ അനുഭവിക്കാൻ പോകുക. உங்களுடைய வேலைகளில் நீங்கள் சமாதானம் அனுபவிக்க போகிறீர்கள். നിങ്ങളുടെ സ്പിരിച്വൽ മേഖലകളിൽ നിങ്ങൾ സമാധാനത്തെ അനുഭവിക്കാൻ പോകുക. உங்களுடைய ஆவிக்குரிய எல்லைகளில் நீங்கள் சமாதானத்தை அனுபவிக்க നിങ്ങളുടെ போகிறீர்கள். സഭയ്ക്കകത്ത് നിങ്ങൾ സമാധാനത്തെ അനുഭവിക്കാൻ പോകുക. உங்களுடைய சபைக்குள்ளே நீங்கள் சமாதானத்தை அனுபவிக்க போகிறீர்கள். സമാധാനത്തോടെയുള്ള നല്ലൊരു ഉറക്കത്തെ കർത്താവ് നിങ്ങൾക്ക് നൽകാൻ പോകുക. സമാധാനത്തോടെ ഉള്ള നല്ല തൂക്കത്തെ കർത്തർ உங்களுக்கு തര പോകുகிறார். സമാധാനത്തോടെ ഉറങ്ങുക മാത്രമല്ല, സ്വർഗീയ ദർശനങ്ങൾ, ഏഞ്ചലിക് എൻകൗണ്ടറുകൾ നിങ്ങളുടെ ഉറക്കത്തിനകത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുക. സമാധാനത്തോട് ഉറങ്ങുவது மட்டுமல்ல, பரலோக தரிசனங்கள், ஏஞ்சலிக் என்கவுண்டரிங், இப்படிப்பட்டதான ചില விஷயங்கள் கூட கர்த்தர் உங்களுக்கு தருகிறார். ദൈവമക്കളെ, നിങ്ങളുടെ സകല ഏരിയകളിലും, നിങ്ങളുടെ ആരോഗ്യപരമായ മേഖലകളിൽ, നിങ്ങളുടെ സാമ്പത്തികപരമായ മേഖലകളിൽ, നിങ്ങളുടെ ആത്മീകപരമായ മേഖലകളിൽ, നിങ്ങളുടെ കുടുംബപരമായ മേഖലകളിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ, സകല ഏരിയകളിലും സമാധാനത്തിന്റെ നിറവ് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക. தேவப்பிள்ளைகளே, உங்களுடைய சகல எல்லைகளின் மேலும், உங்களுடைய ஆரோக்கியத்தினுடைய எல்லைகளின் மேல், உங்களுடைய குடும்ப வாழ்க்கையினுடைய எல்லை மேல், உங்களுடைய பிசினஸினுடைய எல்லை மேல், ஆவிக்குரிய எல்லைகள் மேல் எல்லாம் சமாதானம் என நிரம்பி வழிய போகிறது. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം അതിന്റെ 14
16-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുക, സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളോടെല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. தேவப்பிள்ளைகளே 2 தெசலோனிக்கர் 3:16 இவ்விதமாக சொல்கிறது, சமாதானத்தின் கர்த்தர் தாமே எப்பொழுதும் சகல விதத்திலும் உங்களுக்கு சமாதானத்தை தந்தருள்வாராக. கர்த்தர் உங்களோடு கூட இருப்பாராக. ഓ സമാധാനത്തിന്റെ കർത്താവ്, the Lord of peace himself, amen, നിങ്ങൾക്ക് സകല വിധത്തിലും, times in all way, all the times in all ways, amen, സകല വിധത്തിലും സകല നേരത്തിലും നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. சமாதானத்தின் கர்த்தர் தாமே உங்களுக்கு எல்லா எல்லைகளிலும் எல்லா இடங்களிலேயும் സമാധാനത്തെ തന്നരുളുവാറാക. മക്കളെ, സമാധാനത്തിന്റെ കർത്താവ് നിങ്ങളുടെ സകല ഏരിയകളിലും നിങ്ങൾക്ക് സമാധാനം നൽകുക. ഇനി നിങ്ങൾ ദുഃഖപുത്രൻ എന്നറിയപ്പെടത്തില്ല. നിങ്ങൾ ഭയത്തോടുകൂടി ഇരിക്കത്തില്ല. നിങ്ങൾ ധൈര്യമില്ലാത്തവരായി ജീവിക്കത്തില്ല. ദൈവിക സമാധാനം നിങ്ങൾക്ക് ധൈര്യത്തെ തരും. ദൈവിക സമാധാനം നിങ്ങളെ നിർഭയം വസിക്കുമാറാക്കും. ദൈവിക സമാധാനം നിങ്ങളെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് നയിക്കുവാൻ തുടങ്ങും. സകല ഏരിയകളിലും ആ ദൈവിക സമാധാനം കൊണ്ട് നിറയുകയാണ്. தேவப்பிள்ளைகளே, சமாதானத்தின் கர்த்தர் தாமே உங்களுடைய சகல எல்லைகளிலேயும் சமாதானத்தை கட்டளையிட்டு, ஆமென், உங்களுடைய எல்லா எல்லைகளிலேயும் அவர் சமாதானத்தை தந்தருளி உங்களை ஆசீர்வதிப்பாராக. ദൈവമക്കളെ, സമാധാനത്തിന്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് സകല ഏരിയകളിലും സകല വിധത്തിലും സമാധാനം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. தேவப்பிள்ளைகளே, எத்தனை பேர் அறிக்கை பண்றீங்க, கர்த்தர் என்னோடு கூட சமாதான உடன்படிக்கை பண்ணியிருப்பதினாலே சமாதானத்தை எனக்கு நாயகனாக வைப்பது மட்டுமல்லாமல் என்னுடைய வாழ்க்கையினுடைய எல்லா எல்லையிலும் சகல சத்துருக்களையும் சமாதானத்தின் கர்த்தர் நிர்மூலமாக்கி என்னை சமாதானத்துடைய பரிபூர்ணத்தில் நடத்துகிறது என்று. മക്കളെ, സമാധാനത്തിന്റെ ദൈവം എന്നോട് ഉടമ്പടി ചെയ്ത് സമാധാനത്തിന്റെ നായകനായി എനിക്ക് മുന്നമേ പോയി ഏരിയുള്ള സകല ശത്രുക്കളെ തകർത്ത് എൻ്റെ സകല ഏരിയകളും സകല വിധത്തിലും സമാധാനം നൽകിയിരിക്കുക. இந்த நாளில் இருந்து உங்களுக்கு சமாதானத்தினுடைய அந்த ஸ்பிரிச்சுவல் ரெலம் ஆக்டிவேட் ஆகிறது. ഈ നിമിഷം മുതൽ നിങ്ങളുടെ മേൽ ആ സമാധാനത്തിന്റെ റിലം തുറന്നിരിക്കുക. நீங்கள் மெய்யாகவே சமாதானத்தினுடைய எல்லா ஆசீர்வாதங்களையும் அனுபவிக்க போகிறீர்கள். എല്ലാ ഏരിയകളിലും സമാധാനത്തിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. ആമേൻ. പിതാവേ, ഞങ്ങൾ ഇപ്പോൾ ഇവരെ ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, സമാധാനത്തിൻ്റെ ദൈവം, സമാധാനത്തിൻ്റെ കർത്താവായവൻ താൻ ഇവർക്ക് സകല ഏരിയകളിലും സകല വിധത്തിലും എല്ലായ്പ്പോഴും ആ സമാധാനത്തെ നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ഭയവും ടെൻഷനും നിരാശയും മാറട്ടെ. അസമാധാനങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ദൈവിക സമാധാനത്തിൻ്റെ നിറവുറമിൽ വ്യാപരിക്കട്ടെ. സമാധാനത്തിൻ്റെ ദൈവം കർത്താവേ വേഗത്തിൽ സാത്താനെ ഇവരുടെ കീഴിൽ ചതച്ചു കളയുന്നതിനായി നന്ദി. രോഗമെന്ന സാത്താനെ, കർത്താവേ, ദാരിദ്ര്യമെന്ന സാത്താനെ, യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിനകത്തുള്ള ഭിന്നത എന്ന ഡിസ്യൂണിറ്റി എന്ന സാത്താനെ സമാധാനത്തിന്റെ ദൈവമായവൻ വേഗത്തിൽ ഇവരുടെ കീഴിൽ തന്നെ ചതച്ചു കളയുന്നതിനായി നന്ദി. ഒരു വലിയ ഡെലിവറൻസുകൾ സംഭവിക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. இந்த நேரத்தில் நாங்கள் ஒருமித்து கர்த்தாவே நம்முடைய பிள்ளைகளுக்காக ஜெபிக்கும் போது சமாதானத்தின் கர்த்தர் தாமே சீக்கிரத்தில் சாத்தானை இவருடைய காலின் கீழாக நசுக்கி போடுவதை நம்முடைய பிள்ளைகள் அனுபவித்து எல்லையெங்கிலும் சமாதானம், இவர்களுடைய ஒவ்வொரு வாழ்க்கையினுடைய தனிப்பட்ட ஏரியாவிலையும் சமாதானத்தை இவர்கள் அதிகமாக என்ஜாய் பண்ணுவதாக இப்பொழுதே ஒவ்வொரு டிவைஸ்கள் மேலேயும் நாங்கள் ஷலோமை ரிலீஸ் பண்ணும்போது கர்த்தாவே, அப்பா, ஷலோமில் நீங்க என்னெல்லாம் ஆசீர்வாதங்களை சுதந்திரங்களை வைத்திருக்கிறீரோ அது ஒவ்வொரு டிவைஸ் மேலே மேனிஃபெஸ்ட் ஆகட்டும். இந்த நாளில் இருந்த சமாதானத்தின் கர்த்தர் இவர்களுக்கு முன்னமே செயல்படுவதை இவர் கண்டு அனுபவித்த சமாதானத்தினுடைய சகல ஆசீர்வாதங்களுக்குள்ளும் இவர் திரளாக பெருகும்படியாக இவர்களை நாங்கள் ഒരുമിച്ച് ആശീർവദിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്യുന്നു. ഷലോം ഡിക്ലെയർ ചെയ്യുന്നു കർത്താവേ. സമാധാനം ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവം, സമാധാനത്തിന്റെ നായകനെ ഇവരുടെ മുന്നമേ പോയി സകല ശത്രുക്കളെ ഇവരുടെ കാൽക്കീഴിലാക്കുന്നതിനായി നന്ദി. യേശു പറഞ്ഞ സമാധാനത്തെ, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ ആ സമാധാനം ഈ മക്കളുടെ മേൽ നിറയപ്പെടട്ടെ കർത്താവേ. സമാധാനത്തിന്റെ പരിപൂർണത ഇവരുടെ മേൽ വാഴട്ടെ. സമാധാനം ഇവരുടെ മേൽ വാഴ്ച നടത്തുന്നതിനായി നന്ദി. സമാധാനത്തിന്റെ നിറവ് ഇവരുടെ മേൽ വാഴുന്നതിനായി, നിറയപ്പെടുന്നതിനായി നന്ദി
കർത്താവെ. എല്ലാ ശൂന്യതകളും മാറട്ടെ കർത്താവെ. ഷലോമിലുള്ള സകല റിസ്റ്റോറേഷനും സകല വെൽത്തും പ്രോസ്പെരിറ്റിയും കർത്താവെ, പ്രൊട്ടക്ഷനും ഹീലിംഗും വെൽത്തും എല്ലാം ഇവരുടെ മേൽ പകരപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇവർ സകലത്തിലും പരിപൂർണരാകട്ടെ. കംപ്ലീറ്റ്നെസ്, പൂർണ്ണത ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. ഞങ്ങൾ അത് പറഞ്ഞു ബ്ലസ് ചെയ്യുന്നപ്പ, അനുഗ്രഹിക്കുന്നു കർത്താവെ. സകല മഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുന്നപ്പ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതൽ മൂന്നാർ പോസ്റ്റ് ഓഫീസ് സമീപമുള്ള ഗിൽഗാൽ ഹാളിൽ ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണി എന്നിവർ ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 7:30 ഓൺലൈൻ വർഷിപ്പ് സൂം പ്ലാറ്റ്ഫോമിൽ നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാൻ സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447775093 അല്ലെങ്കിൽ 9495975093. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിൽ ഞങ്ങൾക്ക് അയക്കേണ്ട നമ്പർ 9447775093. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യൻ സമയം ഈവനിംഗ് 6:30 മുതൽ സൂം പ്ലാറ്റ്ഫോമിൽ ഹീലിംഗ് ആൻഡ് ഡെലിവറൻസ് മീറ്റിംഗ് നടത്തപ്പെടുന്നു. പങ്കെടുക്കുവാനായി സ്ക്രീനിൽ കാണുന്ന ഐഡിയും പാസ്വേഡും ഉപയോഗിക്കുക. കർത്താവ് ചെയ്ത അത്ഭുത സാക്ഷ്യങ്ങളും അനുഗ്രഹീത വചന സന്ദേശങ്ങളും ലഭിക്കുവാൻ ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രീസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രദർ ടോണി ഫ്രാൻസിസ്, സിസ്റ്റർ ജിനു ടോണിയുടെയും അപ്കമിംഗ് മീറ്റിംഗിനെ കുറിച്ച് അറിയുവാനും മീറ്റിംഗ് നടത്തുവാനും 9447442660 എന്ന നമ്പറിലോ 9447775093 എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.